പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. BNU ഫൗണ്ടേഷൻ സമഗ്ര സമൂഹ വികസന പദ്ധതിക്ക് തുടക്കമായി. UAE ആസ്ഥാനമായ ഗ്രേസ്റ്റോൺ ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന BNU ഫൗണ്ടേഷൻ 7 വർഷമായി പ്രതിസന്ധികളിൽ തളർന്നവർക്ക് ആശ്വാസമായും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് കൈത്താങ്ങായും കരുതലായും പ്രവർത്തന പഥത്തിലുണ്ട്. ഈ സേവനയാത്രയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതിനായി അടൂർ മേഖലയിലെ പരുത്തിപ്പാറയിലാണ് സമഗ്ര സമൂഹ വികസന പദ്ധതിക്ക് ഞായറാഴ്ച തുടക്കം കുറിച്ചത്. കുട്ടികൾക്ക് സുരക്ഷിതമായ കളിസ്ഥലം, മനോഹരമായ പാർക്ക്, ആരോഗ്യകരമായ ജീവിതത്തിനായി ഓപ്പൺ ജിം, വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ചെറിയ ലൈബ്രറി എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണിത്. പ്രത്യേകിച്ച് പ്രദേശത്തെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും കുറച്ചുനേരം വന്നിരിക്കാൻ ആരോഗ്യകരവും സൃഷ്ടിപരവുമായ ഒരിടം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിള എന്ന ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമൂഹത്തിന്റെ പുരോഗതിക്കായി ഒരു ചെറിയ ചുവടുവെപ്പായി ആരംഭിച്ച ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിയുക്ത അടൂർ MLA അഡ്വക്കേറ്റ് CB ശാന്തകുമാർ നിർവഹിച്ചു. BNU ഫൗണ്ടേഷന്റെ പുതിയ സ്ഥാപനം അടൂർ നിയമസഭാ മണ്ഡലത്തിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന BNU ഫൗണ്ടേഷന് എല്ലാവിധമായ നന്മകളും ഭാവങ്ങളും നേരുന്നു. നമ്മുടെ നാട്ടിൽ നന്മ ചെയ്യുവാൻ ഇതിന്റെ സംഘാടകർ കാണിക്കുന്ന ആ വലിയ മനസ്സിന് 1000 നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പുതുതായി ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധമായ നന്മകളും ഐശ്വര്യം ഉണ്ടാകുവാനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ എല്ലാ സംഘാടകർക്കും നന്മകൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദേവി അടക്കമുള്ള നേതൃത്വങ്ങൾ ഇതിന് ശക്തമായ പിൻകരങ്ങൾ നൽകുന്നു. ഈശ്വരാധീനത്തോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അശരണരും ആലംബഹീനരുമാകുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുവാനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും കലാപരമായും കായികപരമായും അവരുടെ സർഗശേഷി അമർത്തിക്കൊണ്ടുവരുവാനുമുള്ള ഈ നന്മകൾ എന്നും സ്മരിക്കപ്പെടുകയാണ്. കുട്ടികളുടെ പാർക്ക് പ്രജി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. BNU ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിള ചിൽഡ്രൻസ് പാർക്ക് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പാർക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതൽ സമയവും അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഗെയിമുകളുടെയും ഒക്കെ കൂടെ ചിലവഴിക്കുന്ന സമയം ഈ ഒരു നിള ചിൽഡ്രൻസ് പാർക്ക് അവർക്കായി ഒരുക്കുന്നത് വളരെ മികച്ച രീതിയിൽ അവർക്ക് കളിക്കാനും അതുപോലെ അവരുടെ കായിക ഉല്ലാസത്തിനും വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും സന്തോഷകരമായി മാറട്ടെ. അതോടൊപ്പം തന്നെ BNU ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടിയുള്ള ഇത്തരം സംരംഭങ്ങൾ ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഏറത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തരകൻ ഓപ്പൺ ജിമ്മും, ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EA ലത്തീഫ് ലൈബ്രറി ഉദ്ഘാടനവും നിർവഹിച്ചു. ധാരാളം ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ വിവാഹധന സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ കൂടുതൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇന്ന് കുട്ടികള് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വഴിതെറ്റി പോകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. എപ്പോഴും പഠിത്തം മാത്രമേ ഉള്ളൂ, അവർക്ക് മാനസിക ഉല്ലാസത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഇന്നില്ലാത്തൊരവസ്ഥയാണ്. അതിനൊക്കെ ഒരു പരിഹാരമായി ഏറത്ത് പഞ്ചായത്തിൽ തുടക്കമായിരിക്കുന്ന ഈ സംഘടനയുടെ സംവിധാനത്തിന് ഈ എല്ലാവിധ ആശംസകളും. BNU ഫൗണ്ടേഷൻ ചെയർമാൻ ഉവൈസ് ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ഏറത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശൈലേന്ദ്രനാഥ്, സൂസൻ ശശികുമാർ, വിജയലക്ഷ്മി, ജ്യോതി, ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം ബുഖാരി നിലാമുറ്റം, അടൂർ നഗരസഭാ കൗൺസിലർമാരായ നെസ്മൽ കാവിള, ജെൻസി കടവുങ്കൽ, പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൾ ഷുക്കൂർ മൗലവി, അടൂർ നഗരസഭ മുൻ ചെയർമാൻ ബാബു ദിവാകരൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഭരണിക്കാവ് രാധാകൃഷ്ണൻ, ശാസ്ത്ര പ്രചാരകനും കുട്ടികളുടെ ചലച്ചിത്ര സംവിധായകനുമായ ധനോജ് R. നായിക്, BNU ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ PM താജ്,
ചീഫ് കോർഡിനേറ്റർ നൌഷാദ് അമാൻ എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.